ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. IIFL ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചും കമ്പനി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂവിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 10.03% എഫക്റ്റീവ് ഈൽഡ് ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറുകളാണ് ഈ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഇത് കമ്പനിയുടെ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. ഏകദേശം 5000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് ആണ് കമ്പനി നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾക്ക് കമ്പനിയെക്കുറിച്ച് പരിചയപ്പെടാം. 1995 എസ്റ്റാബ്ലിഷ്ഡ് ആയ മുംബൈ ബേസ്ഡ് NBFC കമ്പനിയാണ് IIFL ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ കമ്പനി ഹോം ലോൺ, ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ തുടങ്ങിയ ലോണുകളും അതുപോലെ തന്നെ സ്മാൾ എൻ്റർപ്രൈസസ് ഫിനാൻസ്, മൈക്രോ ഫിനാൻസ്, കൺസ്ട്രക്ഷൻ ഫിനാൻസ്, റിയൽ എസ്റ്റേറ്റ് ഫിനാൻസ് തുടങ്ങിയ ഫിനാൻഷ്യൽ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിയുടെ പ്രോഡക്റ്റ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് പ്രോഡക്റ്റ് റേഞ്ചാണുള്ളത്. ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ളതുകൊണ്ട് ഈ കമ്പനിക്ക് ഒരേ സമയം റീറ്റെയിലർ ആൻഡ് കോർപ്പറേറ്റ് ക്ലയൻറ്റുകളെ കേറ്റർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിലേക്ക് വരാം. കമ്പനിക്ക് വളരെ സ്ട്രോങ് അസറ്റ് ക്വാളിറ്റിയാണുള്ളത്. അതായത് 2020 ഡിസംബർ 31 കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4,22,641 മില്യൺ രൂപയാണ് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഇത് 2018 മാർച്ച് മാസത്തെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഗ്രോത്താണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. 2018 മാർച്ച് മാസത്തിൽ ഈ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 3,11,336 മില്യൺ രൂപയായിരുന്നു. ഇനി കമ്പനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് കമ്പനിയുടെ സ്ട്രോങ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ആണ്. അതായത് കമ്പനിക്ക് ഏകദേശം 2439 ബ്രാഞ്ചുകളും ഇവ കൂടാതെ 2 സബ്സിഡറി കമ്പനികളുമുണ്ട്. IIFL ഹോം ഫിനാൻസ് ലിമിറ്റഡ് എന്ന സബ്സിഡറി കമ്പനിയും സമസ്ത മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട സബ്സിഡറികൾ. ഇനി കമ്പനിയുടെ ലോൺ ബുക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 82.5% ലോണുകളും കൊളാറ്ററൽ ബാക്കപ്പ് വഴി കമ്പനി സെക്യൂർ ചെയ്തിരിക്കുകയാണ്. ഓവറാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടാണ് ഈ കമ്പനിയെ കാണാൻ സാധിക്കുന്നത്. ഈ കമ്പനി NSEയിലും അതുപോലെ തന്നെ BSEയിലും ലിസ്റ്റഡുമാണ്. 11,051 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. ഫിനാൻഷ്യൽ NBFC സെക്ടറിൽ വരുന്ന ഈ കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ PEയേക്കാൾ വളരെ ലോവർ ആയിട്ടുള്ള PE ആണ്. സെക്ടറിൻ്റെ PE 45, അതുപോലെ തന്നെ കമ്പനിയുടെ PE 20.69. കമ്പനിയുടെ റീസെൻറ്റ് അബ്സല്യൂട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഏകദേശം 6 മന്തിൽ 243% റിട്ടേൺ ആണ് തന്നത്. ഇയർ ടിൽ ഡേറ്റിൽ 156% റിട്ടേൺ. 1 ഇയറിൽ ഈ സ്റ്റോക്ക് ഏകദേശം 82.40 അബ്സല്യൂട്ട് റിട്ടേൺ. അതുകൂടാതെ 3 ഇയറിൽ ഈ സ്റ്റോക്ക് -63.46% നെഗറ്റീവ് റിട്ടേൺ. ലോങ് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5 ഇയറിൽ 62.22% റിട്ടേൺ, 10 ഇയറിൽ 267.67% റിട്ടേൺ എന്ന രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്ത കമ്പനിയാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ്. ആൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിലും ഈ കമ്പനി 10 വർഷത്തിൽ അധികം സ്റ്റോക്ക് മാർക്കറ്റിലും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഓവറാൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു സേഫ് കമ്പനിയായിട്ട് ഈ കമ്പനിയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് എന്താണ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 മെത്തേഡുകളാണുള്ളത്. ഒന്ന് കൺവെർട്ടബിൾ ഡിബഞ്ചറും രണ്ടാമത്തേത് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറും. കൺവെർട്ടബിൾ ഡിബഞ്ചറിന് നമ്മൾക്കൊരു ലോങ് ടൈം ഡെപ്റ്റായി കണക്കാക്കാവുന്നതാണ്. അതായത് കമ്പനി നമ്മളിൽ നിന്നും ഒരു തുക വായ്പയായി വാങ്ങുകയും അതിന് പകരമായി ഒരു പ്രത്യേക ടൈം പീരീഡിന് ശേഷം കമ്പനിയുടെ ഇക്വിറ്റി ഷെയറായി മാറ്റാവുന്ന കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ഉദാഹരണമായി നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ കൺവെർട്ടബിൾ ഡിബഞ്ചർ വാങ്ങിക്കഴിയുകയാണെങ്കിൽ ഒരു പ്രത്യേക ടൈം പീരീഡ്, ആ ടൈം പീരീഡിനെ 10 വർഷമായി കണക്കാക്കുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം ഈ കൺവെർട്ടബിൾ ഡിബഞ്ചറിനെ നമ്മൾക്ക് കമ്പനിയുടെ ഇക്വിറ്റി ഷെയറായി മാറ്റാവുന്നതാണ്. ഇനി എന്താണ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കമ്പനികൾ പബ്ലിക് ഇഷ്യൂ വഴി അതിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്
നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ. കൺവെർട്ടബിൾ ഡിബഞ്ചർ പോലെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറിനും ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ട്. ആ ഫിക്സഡ് പീരീഡിൽ ഈ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ നമ്മൾക്കൊരു റെഗുലർ ഇൻട്രസ്റ്റ് നൽകും. ഇനി ഇവിടുത്തെ കേസിൽ, അതായത് IIFL എന്ന കമ്പനി നൽകുന്ന, IIFL എന്ന കമ്പനി ഇഷ്യൂ ചെയ്യുന്ന NCDസിൻ്റെ ഫിക്സഡ് പീരീഡ് 87 months ആണ്. അതുകൂടാതെ ഇവർ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10.03%. ഇനി എന്താണ് ഈ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഇതൊരു NBFC കമ്പനിയാണ്. ഈ NBFC കമ്പനി ഏകദേശം 1000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഇഷ്യൂ അല്ലെങ്കിൽ സമാഹരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തുക കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലായി ഉപയോഗിക്കുകയും അതിനുശേഷം കമ്പനി നൽകുന്ന വിവിധ ലോണുകൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസുകൾ എന്നിവയ്ക്ക് വേണ്ടി ഈ തുക ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ അതിൻ്റെ ക്ലയൻസിന് നൽകുകയും ചെയ്യും. അവിടെ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് ഈ കമ്പനിയുടെ NCDസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്. ഇനി നമ്മൾക്ക് NCD റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡേറ്റുകൾ പരിചയപ്പെടാം. ആൾറെഡി NCD ഇഷ്യൂ ഓപ്പൺ ആയി കഴിഞ്ഞു. 3 മാർച്ച് 2021 NCD ഇഷ്യൂ ഓപ്പൺ ആയി കഴിഞ്ഞത്. ഇത് 23 മാർച്ച് 2021 വരെ ഉണ്ടാകും. ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. 10.03% പെർ ആനം എന്ന രീതിയിലാണ് കമ്പനിയുടെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി ടൈം പീരീഡിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 87 മാസം അല്ലെങ്കിൽ 7 വർഷം 3 മാസം. ലിറ്ററലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 7 വർഷം 3 മാസം കൊണ്ട് നമ്മൾ ഈ NCDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഇരട്ടിയാകും. ആ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. NCD ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യേണ്ട മിനിമം എമൗണ്ട് 10,000 രൂപയാണ്. അതായത് 10,000 രൂപയ്ക്ക് തുല്യമായ അല്ലെങ്കിൽ 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 NCD ആയിരിക്കും 10,000 രൂപയ്ക്ക് നമ്മൾക്ക് ലഭിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഫ്രീക്വൻസി ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അതായത് NCDയുടെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി 3 ഓപ്ഷൻ നൽകാൻ പറ്റും. അതായത് മന്ത്ലി ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമ്മൾക്ക് മന്ത്ലി എന്ന് പറയുന്ന ഓപ്ഷൻ നൽകാം. അതുകൂടാതെ ആനുവലി ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യണമെങ്കിൽ ആനുവൽ എന്ന ഓപ്ഷനും, അതുകൂടാതെ ബാങ്ക് FD പോലെ തന്നെ മെച്യൂരിറ്റി ആയതിനു ശേഷം ഫുൾ ഇൻട്രസ്റ്റിൻ്റെ സമപ്പ് നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ IIFL എന്ന കമ്പനിക്ക് റേറ്റിംഗ് ഏജൻസികൾ നൽകിയിരിക്കുന്ന റേറ്റിംഗ് ആണ്. അതായത് നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ ഈ കമ്പനിക്ക് AA എന്ന റേറ്റിംഗും ബ്രിക്ക് വർക്ക് എന്ന റേറ്റിംഗ് ഏജൻസി AA+ഉമാണ് നൽകിയിരിക്കുന്നത്. ഇത് രണ്ടും ഹൈ ഡിഗ്രി ഓഫ് സേഫ്റ്റി ഇൻ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ NCD സേഫ് ആണെന്നുള്ള റേറ്റിംഗ് ഏജൻസികളുടെ സർട്ടിഫിക്കറ്റായിട്ട് നമ്മൾക്കിതിനെ കൺസിഡർ ചെയ്യാം. ഇനി ഈ NCDക്ക് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതായത് IIFL ഫിനാൻസിൻ്റെ വെബ് പേജായ IIFL ബോൺസ് 2021 എന്ന വെബ് പേജിൽ നമ്മൾക്ക് പോയി അവിടെ ഡയറക്റ്റായിട്ട് NCDക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്